ഞാനിന്ന് സൗന്ദര്യ സംരക്ഷണത്തിനെ കുറിച്ചാണ് പറയാൻ പോണത്. സ്കിൻ കെയറിങ്ങും ബോഡി കെയറിങ്ങും നമ്മൾ എന്തിനാ സ്കിൻ കെയറൊക്കെ എടുക്കുന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയണതായിരിക്കും. എന്നാലും ഞാനൊരു വീഡിയോ രൂപത്തിൽ ഇത് പറയണതുകൊണ്ട് എൻ്റേതായ അറിവ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്. പിന്നെ അത് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എടുക്കലും ക്യാമറയ്ക്ക് മുന്നിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ എൻ്റെ വീഡിയോയിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. ഞാനത് പതുക്കെ ശരിയാക്കാൻ ശ്രമിക്കുക. പിന്നെ സൗന്ദര്യ സംരക്ഷണം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത്രയൊന്നും വീഡിയോ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റില്ല. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സ്റ്റഡി പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ക്ലിയർ സ്കിന്നുള്ളത് കൊറിയൻസിനാണ്. കൊറിയക്കാരുടെ സ്കിന്നാണ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയ സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിന്നുള്ളത് കൊറിയൻസിൻ്റെയാണ്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അവരൊരു 50 വയസ്സായ ഒരാളെ കണ്ടാലും 50-60 വയസ്സായ ഒരാളെ കണ്ടാലും ആണായാലും പെണ്ണായാലും ഒരു 20-25 വയസ്സിൻ്റെ അത്രയും പ്രായമേ തോന്നിക്കുള്ളൂ. അത്രയും ക്ലിയറാണ് അവരുടെ സ്കിന്ന്. കളറല്ല പറയണത്, കളറും ഉണ്ട്, പ്ലസ് അത് കൂടെ ആ സ്കിന്നിൻ്റെ ഷൈനിങ്ങും. കെ ബ്യൂട്ടി പറഞ്ഞിട്ട് വേൾഡ് വൈഡ് അവരുടെ സാധനങ്ങളുണ്ട്, കോസ്മെറ്റിക് സാധനങ്ങളുണ്ട്. നല്ല വിലയാണ്, എഫക്റ്റീവാണ്, നല്ലതുമാണ്. അപ്പം അവർ പണ്ട് മുതൽ തന്നെ അവർ ഫോളോ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് അതേപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാര്യം. പിന്നെ അതിനു മുന്നേ കൊറിയൻസ് എന്താ ഇങ്ങനെ സുന്ദരന്മാരും സുന്ദരികളും അല്ലെങ്കിൽ ക്ലിയർ സ്കിന്നായിട്ട് അവർ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു കഥയുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. അവരുടെ നമ്മൾ പുരാണ കഥ പോലെ അവർക്കൊരു കഥ ഉണ്ട്. അതിങ്ങനെയാണ്. ആ കഥയും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ വലിച്ചു നീട്ടാനല്ല, അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അതായത് കൊറിയൻസിൻ്റെ ഇടയിലുള്ളൊരു വിശ്വാസപ്രകാരമുള്ളൊരു കഥയാണിത്. ഒരു കരടി ഉണ്ടായിരുന്നു, ഒരു കടുവയുണ്ടായിരുന്നു. അവർ രണ്ടുപേർക്കും ഒരു സുപ്രഭാതത്തിൽ തോന്നി നമുക്ക് മനുഷ്യനാവാം, മനുഷ്യന്മാരെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് അവർ ദൈവത്തിനോട് പറഞ്ഞ് ദൈവമേ ഞങ്ങൾക്ക് മനുഷ്യജന്മം തരണം പറഞ്ഞ്. അപ്പോൾ ദൈവം കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞ് ഓക്കെ തരാം, പക്ഷെ ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ ചെയ്യണം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യജന്മം തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ദൈവം ഒരു കണ്ടീഷൻ വെച്ച്. എന്താന്ന് പറഞ്ഞാൽ 100 ദിവസം വെയിലൊന്നും കൊള്ളാതെ വെറും വെളുത്തുള്ളിയും ഔഷധ സസ്യങ്ങളും മാത്രം കഴിച്ച് 100 ദിവസം നിങ്ങൾ ഒരു ഭാഗത്ത് ഇരിക്കണം. അങ്ങനെ 100 ദിവസം തികയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യജന്മം തരാം, അവർ രണ്ടുപേരോടായിട്ട് ദൈവം പറഞ്ഞു. അപ്പോൾ കരടിക്കും കടുവയ്ക്കും വലിയ സന്തോഷമായി. അവർ പറഞ്ഞു ഓക്കെ ദൈവമേ ഞങ്ങളതൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവർ തുള്ളിച്ചാടി ഓടി ഈ വെയിൽ കൊള്ളാതെ വെളുത്തുള്ളിയും ഈ ഔഷധ സസ്യങ്ങളും മാത്രം കഴിച്ചിട്ട് ഇരിക്കാൻ പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കടുവയ്ക്ക് ഇതൊക്കെ മതിയായി. കടുവ പറഞ്ഞ് അയ്യോ എനിക്ക് മനുഷ്യനും ആവണ്ട ഒന്നും ആവണ്ട, എനിക്ക് നന്നായി ഭക്ഷണം കഴിച്ചാൽ മതി പറഞ്ഞിട്ട് കരടിനോട് ബൈ ബൈ പറഞ്ഞ് കടുവ പോയി. അങ്ങനെ കരടി കഷ്ടപ്പെട്ട് 100 ദിവസം തികച്ച് ആ വെളുത്തുള്ളിയും ഔഷധ സസ്യങ്ങളും മാത്രം കഴിച്ചിട്ട് 100 ദിവസം തികച്ച് 100ാമത്തെ ദിവസം ദൈവം അനുഗ്രഹിച്ചിട്ട് ആ കരടിനെ ഒരു സുന്ദരിയായ സ്ത്രീയാക്കി മാറ്റി. അതായത് എല്ലാം തികഞ്ഞ അതിസുന്ദരിയായ നല്ല സ്കിന്നൊക്കെ ഉള്ള നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായി മാറി ആ കരടി. അങ്ങനെ ആ കരടി സ്ത്രീയായി മാറിയ ആ കരടി പിന്നീട് ഒരു കുട്ടീനെ പ്രസവിച്ചു, ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അപ്പം ആ കുട്ടിയാണ് കൊറിയക്കാരുടെ ആദ്യത്തെ രാജാവും. ഈ കരടിയായ സ്ത്രീയാണ് അവരുടെ ആദ്യത്തെ അമ്മയും. അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കാരണം കൂടിയും പറയാം. ഈ കൊറിയൻസിന് അവരുടെ ആ സ്കിൻ കെയറിങ്ങും അവരുടെ കളർ നിലനിർത്തണം, അല്ലെങ്കിൽ അവരവരുടെ സ്കിന്നിനെയും ശരീരത്തിൻ്റെയും ആരോഗ്യം എല്ലാം നോക്കുന്നത് അവർക്കതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ള മതസ്ഥരൊക്കെ പ്രാർത്ഥനയും
ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അവർക്ക് പരിശുദ്ധ ആത്മാവാൻ വേണ്ടിയിട്ട്, അല്ലെ പരിശുദ്ധമായ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ എന്ന് എല്ലാ ജാതി മതത്തിൻ്റെ ഇടയിലും വിശ്വാസമുണ്ട്. അതുപോലെ കൊറിയൻസിൻ്റെ വിശ്വാസപ്രകാരം അവരുടെ ബോഡി, അവരുടെ ശരീരം നന്നായിരുന്നാൽ, ഭംഗിയായിരുന്നെങ്കിൽ മാത്രമേ അവരുടെ സോൾ, അവരുടെ ആത്മാവും പരിശുദ്ധമാവുള്ളൂ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് അവരുടെ സ്കിൻ കെയറും ബോഡി കെയറും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അവർ ചെയ്തു വരുന്നത്. അതായത് അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ആത്മാവ് പരിശുദ്ധമാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം ഭംഗിയുള്ള ശരീരമായിരിക്കണം. ഭംഗിയുള്ള ശരീരത്തിൽ പരിശുദ്ധമായുള്ള ആത്മാവ് ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരുടെ ഈ സ്കിൻ കെയറും ബോഡി കെയറും ഒക്കെ തെറ്റാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ, ഭക്ഷണം കഴിക്കുന്ന പോലെയൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ അവർ ചെറുപ്പം മുതൽ തന്നെ, ഒരു പ്രായത്തിൽ തുടങ്ങുന്നതല്ല ഈ സ്കിൻ കെയറിങ്ങും ബോഡി കെയറിങ്ങും. അവരുടെ ചെറുപ്പം മുതൽ തന്നെ, ഒരു കുട്ടീനെ പ്രസവിച്ച അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ കെയറിങ്ങൊക്കെ. അതുകൊണ്ടാണ് അവരുടെ സ്കിന്ന് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത്. നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ, അതായത് സ്കിൻ കെയർ, ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാരണം കൊണ്ട്, യൂട്യൂബ് ചാനൽസൊക്കെ ഉള്ള കാരണം കൊണ്ട് പിന്നെയും കുറേയൊക്കെ ആൾക്കാർ ഇതെല്ലാം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ, ഇപ്പോൾ മുഖത്തൊക്കെ കരിവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരിമംഗല്യം, അതല്ലെങ്കിൽ പിമ്പിൾസ്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് മാറാതെയും പിന്നെ കുറേ കാലം നിൽക്കുന്നതും. അഥവാ നിന്നാൽ തന്നെ അതിൻ്റെ അടയാളങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ചെറുപ്പത്തിലൊന്നും ചെയ്തു വരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവാനാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രായമായില്ലേ, കുഴപ്പമില്ല, ഏത് പ്രായക്കാരാണ് കാണുന്നതെങ്കിലും കുഴപ്പമില്ല. ആ പ്രായം മുതലെങ്കിലും ഡെയിലി നമ്മൾ സ്കിൻ കെയർ എടുക്കുക, സ്കിൻ കെയറും ബോഡി കെയറും ഒക്കെ എടുക്കുക. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ അതൊരു ശീലമാക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ വേറൊരു ചോദ്യം ഉണ്ടാവും, ഒരു പ്രായം കഴിഞ്ഞാൽ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ സൗന്ദര്യമൊക്കെ നോക്കി നടക്കണം, അല്ലെങ്കിൽ സ്കിൻ കെയറും ബോഡി കെയറൊക്കെ എടുക്കുന്നത്? അതൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണെന്ന് പറയും. അല്ല, ഒരു പ്രായം കഴിഞ്ഞ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. എന്തുകൊണ്ടാണ് മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഹോർമോൺസും പ്രോട്ടീൻസും അതെല്ലാം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ എടുക്കുമ്പോൾ, ഒരു സൗന്ദര്യ സംരക്ഷണത്തിന് എന്തെങ്കിലും എടുക്കുമ്പോൾ, അത് പുറമേ തേക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നമ്മളത് ഉള്ളിലേക്ക് കഴിക്കാനും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് ഇത് എണ്ണ പലഹാരങ്ങൾ അതൊന്ന് ഒഴിവാക്കണം, മുട്ട ഒഴിവാക്കണം, അങ്ങനെയുള്ള നിബന്ധനയൊക്കെ വയ്ക്കുമ്പോൾ എന്താവും, അത് ഹെൽത്തിനെയും കൂടി നന്നാക്കും. അപ്പോൾ സൗന്ദര്യ സംരക്ഷണം വെറും പുറമേ ഉള്ളൊരു സംരക്ഷണം മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിനെയും കൂടി നമ്മൾ സംരക്ഷിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെ ആരോഗ്യത്തിനെയും കൂടി നമ്മൾ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളും വരാതെ ഇരിക്കും സൗന്ദര്യ സംരക്ഷണം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഞാൻ ഇനി ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളായിരിക്കും പറയാം. ഇപ്പോൾ പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ ഹെയർ പ്രോബ്ലംസും അങ്ങനെ ഓരോ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ റെമഡീസും ഞാനിങ്ങനെ പറഞ്ഞേ തരുള്ളൂ. അതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഒന്ന്, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, അലർജി ആവുകയും ചെയ്യും പെട്ടെന്ന്. അപ്പോൾ എല്ലാം എനിക്ക് എൻ്റെ മുഖത്തിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരും. അതുപോലെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ച് പറയുന്നതല്ല, ഇതൊക്കെ ഞാൻ എൻ്റെ കസ്റ്റമറിനും എൻ്റെ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളാണ്. ആർക്കൊക്കെ ഈ പ്രോബ്ലംസ് ഉണ്ട് അവർക്കൊക്കെ അത് ഉപയോഗിച്ച് റിസൾട്ട് വന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. 100% പറയണത് സത്യസന്ധമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഒരു കെമിക്കലും ഒന്നും ഞാൻ പറയാൻ പോകില്ല. എല്ലാം നമ്മളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ളത്, ഒരു സൈഡ് എഫക്റ്റും വരാത്ത കാര്യങ്ങളാണ് പറയുക. പിന്നെ അതുകൂടെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ശരീരത്തിൽ പുറമേ തേക്കുന്നതായാലും കഴിക്കുന്നതായാലും എല്ലാം എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ പാല് പോലും ചിലർക്ക് ചേരില്ല. അതുപോലെ തൈര്, മഞ്ഞൾ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ.
അപ്പം ഞാൻ നല്ല ആര് പറയുന്ന കാര്യങ്ങൾ നിങ്ങളങ്ങനെ എടുത്തു ചാടി ഒന്നും ഉപയോഗിക്കരുത്. അതാദ്യം ടെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു അറിവുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അലർജി ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ ഒരു റെമഡി പറയുമ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ അത് കൂടെ പറയും. അതായത് ഓയിലി സ്കിന്നിന്, ഡ്രൈ സ്കിന്നിന്, അല്ലെങ്കിൽ അലർജി ഉള്ളവർക്ക്, അലർജി ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. പിന്നെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായി കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ വേറൊരാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അത് നിർത്തി ഇത് ചെയ്യാൻ പോകരുത്. ഇനി അഥവാ നിങ്ങൾക്കൊന്ന് മാറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ അത് 2 ദിവസത്തെ ഗ്യാപ്പെങ്കിലും എടുക്കുക. സ്കിന്നിന് ഒരു 2 ദിവസമെങ്കിലും റിലാക്സ് ആക്കി വിടുക, ഒന്നും തേക്കാതെ. എന്നിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കുക. അതൊരു പോയിന്റ്. പിന്നെ അടുത്തത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും 1-2 ദിവസം ചെയ്തിട്ട് ഇതിനൊരു ഗുണമില്ല പറഞ്ഞിട്ട് വിട്ടുപോകരുത്. അത് ആര് പറഞ്ഞതായാലും ശരി, എന്ത് പറഞ്ഞതായാലും ശരി, അത് കുറച്ചൊരു 10-15 ദിവസമെങ്കിലും അതിനെപ്പറ്റി അത് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. അതൊരു പോയിന്റ്. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് വരുന്ന ഇപ്പം സൗന്ദര്യമായാലും ശരി, ആരോഗ്യമായാലും ശരി, എന്തായാലും നമുക്ക് പുറമേ പ്രകടമാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പക്ഷേ അത് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. അത് ഉള്ളിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസോ ഇംബാലൻസോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ കാരണമായിരിക്കും. എന്തെങ്കിലും അസുഖത്തിൻ്റെ സിംറ്റമായിട്ടും മുഖത്ത് കരിവാളിപ്പ്, പിമ്പിൾസ്, അതല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, മുടി കൊഴിച്ചൽ, ഇതൊക്കെ ചിലപ്പം ഉള്ളിലുള്ള കാരണം കൊണ്ട് കൂടിയാവും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അഥവാ അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ഒരു സൗന്ദര്യ സംരക്ഷണം എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൗന്ദര്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം കൂടിയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഏത് പ്രായത്തിലും അസുഖങ്ങളെ മാറ്റി നിർത്താനും കഴിയും. അപ്പോൾ നിർബന്ധമായിട്ടും സൗന്ദര്യ സംരക്ഷണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് തന്നെ മാറ്റണം. അതിലൊരു ചമ്മലോ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഭക്ഷണം കഴിക്കണ പോലെ തന്നെ, ഉറങ്ങണ പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണ പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ സൗന്ദര്യ സംരക്ഷണം എടുക്കണം. പിന്നെ സൗന്ദര്യം എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ പുറമേ കാണുന്ന അപ്പിയറൻസ് അല്ല സൗന്ദര്യം, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ പുറമേ ഉണ്ട്, ഉറപ്പായിട്ടും പുറമേ കാണുന്നതും സൗന്ദര്യം തന്നെയാണ്. പിന്നെ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അതിന് പ്രധാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സുമുണ്ട്. അപ്പം 3ഉം നമ്മൾ പറ്റാവുന്ന രീതിയിൽ ക്ലിയറാക്കി വെക്കുക. മനസ്സും ശുദ്ധമാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മോട്ടിവേഷൻ ടോക്സൊക്കെ നിങ്ങൾ ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ടോ. അപ്പോൾ മനസ്സിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ക്ലിയറാക്കി വെക്കുക പറഞ്ഞാൽ പോസിറ്റീവ് വൈബ്സ് എപ്പോഴും നമ്മളുടെ ഇടയിൽ നിന്ന് മറ്റുള്ളവർക്കും കിട്ടണം, നമുക്കും സ്വയം ഒരു പോസിറ്റീവായിട്ട് ഇരിക്കണം. അപ്പം അത് എല്ലാം ചേർന്നതാണ് സൗന്ദര്യം. അപ്പം ഞാനിന്ന് ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നത്. ഇനിയും കൂടുതൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ അത് വല്ലാണ്ട് വലിയ വീഡിയോ ആയി പോകും. ഇത്ര നേരം തന്നെ നിങ്ങൾക്ക് ചിലപ്പം ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഞാൻ അടുത്തൊരു വീഡിയോ ഇപ്പോൾ വരുന്നത്, മുഖം എങ്ങനെ കളർ വരുത്താം, അല്ലെങ്കിൽ കരിവാളിപ്പ് മാറ്റി പിഗ്മെൻറ്റേഷനൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ അടുത്ത ദിവസം ഇടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.